സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പേടിച്ചാണ് ഇപ്പോൾ പോകുന്നത്. നെല്ലിക്കാല ജംഗ്ഷനിൽ ഇപ്പം നടന്നൊരു സംഭവമാണ്. ഇന്ന പ്രദേശത്തുണ്ട്, ഇപ്പം വന്നാൽ പിടിക്കാൻ. വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞും സ്കൂൾ കുട്ടികളെയും പരിസരവാസികളെയും ഭയപ്പെടുത്തിയും ഒരു നാടിനെ മുൾമുനയിൽ നിർത്തിയ ഓമന. ജീവിതത്തിന്റെ ഇരുണ്ട കോണിൽ ഒറ്റപ്പെട്ടു പോയ 53 വയസ്സുകാരിയായ ഓമനയുടെ ജീവിതമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഗിൽഗാൽ ആശ്വാസ ഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം. ഓമന ഇങ്ങനൊന്നും ആയിരുന്നില്ല. സാഹചര്യങ്ങൾ ഓമനയെ ഒരു മാനസരോഗിയാക്കി മാറ്റി. മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടമായതോടെ അവൾ അനാഥയായി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിശന്ന് ഒട്ടിയ വയറുമായി അലഞ്ഞ ഓമനയുടെ മനസ്സിന്റെ താളം തെറ്റി. സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടു. സുബോധമില്ലാതെ കാട്ടിക്കൂടുന്ന പ്രശ്നങ്ങൾ കാരണം അവൾ പലപ്പോഴും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓമന എല്ലാവർക്കും ഒരു ഭയമായി മാറി. വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ കല്ലെറിഞ്ഞും സ്കൂൾ കുട്ടികളെയും നാട്ടുകാരെയും ഭയപ്പെടുത്തിയും അവൾ നാടിന് ഭീഷണിയായി. ഇത് നെല്ലിക്കാല ജംഗ്ഷനിൽ ഇപ്പം നടന്നൊരു സംഭവമാണ്. മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ റോഡിലൂടെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു ലോറിയിൽ കല്ലെടുത്തെറിഞ്ഞ് അതിൻ്റെ ഗ്ലാസ് എല്ലാം തകർത്ത്. എന്തായാലും അല്പഭാഗ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഡ്രൈവറുടെയും അതിലുണ്ടായിരുന്ന ആളുകളുടെയും ഒന്നും മുഖത്തേക്ക് ചില്ലുകളൊന്നും തെറിച്ച് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എന്തായാലും മാനസിക വിഭ്രാന്തിയുള്ള ഒരു ഒത്തിരി പ്രായമുള്ള ഒരാളാണ്. ആ ചേച്ചിയും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ അതാത് പഞ്ചായത്തുകളോ ആളുകളോ ഒക്കെ എടുത്തില്ലെങ്കിൽ, അധികാരികളോ ഒക്കെ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഒരു വലിയ ആപത്തിന് ഇടവെച്ചു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി സാമൂഹിക നീതി വകുപ്പിന്റെയും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും അപേക്ഷ പ്രകാരം ഞങ്ങൾ ഓമന ഏറ്റെടുത്തു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പിലെ FRI ആണ്. 2 ആഴ്ചയോളമായി ഈ കേസ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ട്. പുള്ളിക്കാരി റോഡിലൂടെ നടന്നു പോകുമ്പോഴും ലോറിക്ക് കല്ലെറിയുമ്പോഴും ഇന്നടത്തുണ്ട്, ഇന്ന പ്രദേശത്തുണ്ട്, ഇപ്പം വന്നാൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ ഇങ്ങനെ ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇലന്തൂർ പഞ്ചായത്തിലെ 1-ാം വാർഡാണ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തേക്ക് ഇത് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് അനിത സോമൻ. ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ്. എൻ്റെ വീട് ഇവിടെ തന്നെ. നന്നാ ചെറുതിലേ മോനെ എനിക്കറിയാം. ഓമനയെന്ന് പറയുന്ന ആളുടെ മാതാപിതാക്കൾ നന്നാ ചെറുതിലേ മരിച്ചു പോയതാണ്. പുള്ളിക്കാരത്തിക്ക് സംരക്ഷണം കൊടുക്കാൻ ആ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം നേരത്തെയൊക്കെ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ഇപ്പം നാട്ടുകാർക്ക് പുള്ളിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നെല്ലിക്കാല ജംഗ്ഷനിൽ ചെന്ന് വണ്ടികൾക്ക്, ലൈൻ ബസ്സിനെ, അതുപോലെ ലോറി, സ്കൂട്ടർ, ഓട്ടോറിക്ഷ എല്ലാം കല്ലെറിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നമായിരുന്നത്. അതുപോലെ പുള്ളിക്കാരി ഇവിടുന്ന് ഇറങ്ങുമ്പം നെല്ലിക്കാല ജംഗ്ഷൻ വരെയുള്ള 3/4 വീടുകളിലും കല്ലെറിയുകയും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പേടിച്ചാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നാട്ടുകാർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പുള്ളിക്കാരത്തിയോട് സഹതാപം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഉപദ്രവം വരുമ്പം നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു സഹോദരിയുണ്ട്, സഹോദരിക്ക് സുഖമില്ലാത്തതാണ്. പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ ഇതേപോലെ ഇച്ചിരി ചെറിയ പ്രശ്നമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ആരും നോക്കാനില്ല. ഹോസ്പിറ്റലിലൊന്നും ആക്കിയാലേ ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്.
ഇന്ന് ഓമന ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ ശാന്തയാണ്. ഇവിടെ ലഭിക്കുന്ന പരിചരണവും ചികിത്സയും ഓമനയുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. ഇന്ന് ആ കൈകളിൽ കല്ലുകളില്ല, പകരം ഓമനയുടെ മുഖത്ത് സ്നേഹം പങ്കുവെക്കുന്ന മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. ഗിൽഗാൽ ആശ്വാസഭവൻ ഇന്ന് 400-ലധികം ജീവിതങ്ങൾക്ക് ആശ്വാസമേകുകയാണ്. 3 നേരം ആഹാരവും വസ്ത്രവും കിടക്ക, മരുന്ന്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകുന്നു. ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിച്ചവർക്ക് ഇവിടെ പുതിയൊരു ജീവിതം നൽകുകയാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്നേഹവും പരിചരണവും എത്ര വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നത് ഓമനയുടെ ജീവിതം ഒരു സാക്ഷ്യമാണ്. തുടർന്നും ഇതുപോലെ തകർന്ന മനസ്സുകൾക്ക് ആശ്വാസമേകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകണമേ. നന്ദി. ഗോഡ് ബ്ലെസ് യു.